എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു സിനിമ നമ്മുടെ വെള്ളിയാഴ്ച ഇറങ്ങുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരുപാട്, അതായത് ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളും അതിനെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ടീമുകളെല്ലാം സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് ഒരുപാട് തരത്തിലുള്ള ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ട് ഇതിനെ വൈറലാക്കിയിട്ട് ഇങ്ങനൊരു സിനിമയുണ്ടെന്ന് നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താ? ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുക, നോട്ട് ദ പോയിൻ്റ് യുവർ ഓണർ, പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ധ്യാൻ ശ്രീനിവാസിന് ശേഷം വന്ന ഒരു ഇൻ്റർവ്യൂ സ്റ്റാർ, തഗ് ലൈഫ് കിങ്, ജൂനിയർ പൃഥ്വിരാജ് അല്ലെങ്കിൽ ലേഡി പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്ന നിഖില വിമലും കൂട്ടരും വന്നിട്ട് കുറേ ഇൻ്റർവ്യൂ കൊടുത്തത്. ആ ഇൻ്റർവ്യൂവിൽ ഇവർ പ്രൊമോട്ടാണോ ചെയ്തത് അതോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കറെ ആണോ ചെയ്തതെന്നുള്ളതാണ് സംശയം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ കാണിച്ചു തരാം. കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവീത സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക. ഈ മുഖം ഇടയ്ക്ക് കാണുന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ, അത് പോകെ ശീലമാകുമെന്നാണ് എനിക്കൊന്ന് തോന്നുന്നത്. ഇപ്പോൾ 96% ആൾക്കാരാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം, പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ചിലപ്പോൾ എപ്പോഴും പറയത്തില്ലേ, ചില ആളുകൾ വളർന്ന് പന്തളിച്ച് ഭയങ്കര അഹങ്കാരികളായിട്ട് മാറുമ്പോഴത്തേന് ഇവരെയൊക്കെ മുളയിലേ നുള്ളേണ്ടതായിരുന്നു എന്ന്. അത്തരത്തിലൊരു കഥാപാത്രമായിട്ടാണ് നിഖില വിമലിനെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അവരുടെ ക്യാരക്ടറൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർ ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ രീതിക്ക് ചിലപ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ നിന്ന് വരുന്ന ചോദ്യങ്ങളും കാരണമായേക്കാം, പക്ഷെ അങ്ങനെ അല്ലാത്ത കുറേ സാഹചര്യത്തിലും ഇവർ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തുടങ്ങാം. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ. നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയൊന്നുമല്ലല്ലോ അല്ലേ? അതായത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും വിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിലാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഹക്കീമിന്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കൂ, ഞങ്ങളുടെ ലൈഫ് ഇതാണ്, ഞങ്ങളുടെ പേഴ്സണൽ സ്പേസ് ആണ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്യാമറ എടുത്തിട്ട് കയറി ചെല്ലാൻ പറ്റുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആ മറുപടി പറഞ്ഞു തുടങ്ങിയത് തന്നെ, നിങ്ങളെൻ്റെ അച്ഛനൊന്നുമല്ല, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവസി ഉണ്ട്, പേഴ്സണൽ ലൈഫ് ഉണ്ട്, ഓക്കെ, എല്ലാം സമ്മതിക്കുന്നു, എല്ലാം ഓക്കെയാണ്. പേഴ്സണൽ ലൈഫ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറുമ്പോൾ ബേസിക്കലി നിങ്ങളെ കാണാൻ പലർക്കും ആഗ്രഹമുണ്ടാവും, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അവർ നിങ്ങളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടും. ഈ സോഷ്യൽ മീഡിയാസ് എല്ലാം നിങ്ങളെ കാണുമ്പോൾ അത് ഫോട്ടോ എടുത്തിട്ട് അവരുടേതായ ഒരു കണ്ടന്റ് ആക്കാൻ താല്പര്യപ്പെടും. അതിനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ഒരാൾ സിനിമാ മേഖലയിലേക്കോ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന ഒരു നിലയിലേക്കോ വരേണ്ട കാര്യമില്ല. മറ്റെന്തെങ്കിലും പണി നോക്കി നിൽക്കായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇൻ കേസ് അങ്ങനെ പ്രൈവസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് സ്പേസുകളിൽ പോകുക, അങ്ങനെയുള്ള സ്പേസുകളിൽ ഇത്തരക്കാരെ കയറ്റി വിടാതിരിക്കുക. അല്ലാതെ നിങ്ങളൊരു ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ പുറത്തേക്ക് വരുമ്പോഴത്തേനും ആരും നിങ്ങളുടെ ഫോട്ടോ എടുക്കില്ല, ആരും നിങ്ങളുടെ വീഡിയോ എടുക്കില്ല. ഈ വീഡിയോ കണ്ടാൽ മതി, എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ കാണുമ്പോൾ ഫോൺ എടുത്ത് പോക്കറ്റ് ഇടും, അപ്പോൾ പറയുന്നു നിഖില വരുന്നുണ്ടെന്ന്. ഇത് മീൻസ് പൃഥ്വിരാജ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് എത്താൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. ഇനി ഈ മീഡിയക്കാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതായത് യൂട്യൂബ് മീഡിയ ആയാലും അല്ലാത്ത മറ്റ് മീഡിയകളെ കുറിച്ചിട്ടായാലും ഇവർ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നുള്ളത് മാത്രമല്ല, സാറ്റലൈറ്റ് മീഡിയയ്ക്കും ഇപ്പോഴും അതേ സ്വഭാവമാണ്. കാരണം അവർ മത്സരിക്കുന്ന ഓൺലൈൻ മീഡിയയോടാണ്. അപ്പൊ അവർക്ക് അവരുടെ വ്യൂസിന് വേണ്ടിയിട്ട് അവർക്ക് ഇത് കാണിക്കേണ്ടി വരും. ഒരു തരം പ്രഹസനത്തിലേക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെടുക്കുക. അവർക്ക് ആവശ്യം കണ്ടന്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടുന്നതും ഇതാണെന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡിയാവുന്നത്. എനിക്ക് ഈ പറയുന്നത് പോലെ ഞാൻ ഭയങ്കര ഫണ്ണൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ്. ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ആവശ്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും എന്താ പറയുക, റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ എനിക്കത് നിന്നു കൊടുക്കാൻ തോന്നാറില്ല. അതെ, സാറ്റലൈറ്റ് മീഡിയസ് എല്ലാം വർക്ക് ചെയ്യുന്നത്, അല്ല അവർ എതിർക്കുന്ന ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയസുമായിട്ടാണ്, ഓൺലൈൻ മീഡിയസുമായിട്ടാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് എല്ലാം വർക്ക് ചെയ്യുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ അല്ലാതെ ഓൺലൈൻ മീഡിയാസ് കണ്ടന്റ് ഉണ്ടാക്കാനല്ലാതെ നിങ്ങളെപ്പോലുള്ള സിനിമാ താരങ്ങൾ വരുമ്പോൾ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലുള്ള വർക്കിംഗ് ആണോ ആഗ്രഹിക്കുന്നത്? ബേസിക്കലി എല്ലാ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലത്തെ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് കണ്ടന്റാണ് അവർ
നിങ്ങളുടെ ലൈഫ്. സിനിമയിലുള്ള നിങ്ങൾക്ക് തിരക്കഥയും ഡയറക്ഷനും മൂവിയും അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു മീഡിയക്കാരൻ കണ്ടന്റ് ഉണ്ടാക്കാനേ നോക്കത്തുള്ളൂ. അവൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ മറുപടി അറിയാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു, നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ, ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ചോദ്യം ചോദിക്കണം എന്നുള്ള പോലെ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തിരിക്കുമ്പോഴത്തേനും സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ, അത് കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പറയുന്നു. ഒരു ക്ലിപ്പ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഉത്തരം ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ട് വാ. തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കഥ ഇന്ന് വരെ പേര് മാറ്റണം. നാളെ എന്ത് കഥ? നാളത്തെ ഇന്നുവരെയുള്ള കഥ നിങ്ങൾക്ക് കാണാം. ഇന്ന് വരെ ഉള്ളൂ. ഇന്ന് വരെ ഉള്ളൂ. ഇന്നുകൊണ്ട് തീരും. ആരാ ഈ ഒരു പേരിട്ട കഥ ഇന്ന് വരെ? കാരണം അത് ഭയങ്കര ഒരു പുള്ളി പുറത്തുണ്ട്, വിളിക്കാം. കാരണം ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി, കഥ ഇന്ന് വരെ. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു ഈ പേര് കേട്ടപ്പോൾ? ഞങ്ങൾ അത്രയും ചിന്തിക്കാറില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പേര് അജീഷ്. എന്റെ പേര് അജീഷ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ആലോചിച്ച അതാ ഞങ്ങൾക്കിത് ഞങ്ങൾ പാടായതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം ഒരു പേരും സിനിമ നിങ്ങളിപ്പോൾ കണ്ടത് സിനിമ തുടങ്ങി 1 മിനിറ്റ് 59 സെക്കൻഡ് ആയപ്പോൾ അവൻ ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യമാണ്. പടത്തിൻ്റെ പേര് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും അതിന് വന്ന മറുപടി കണ്ടോ? അവൻ്റെ മോന്ത പ്രൊമോട്ട് ചെയ്യാൻ അവിടെ വന്നിരിക്കുകയല്ല. ആ ആങ്കർ നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ പടം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ അവനെ ട്രോളി ഒരു വലിയ തഗ് ലൈഫ് സ്റ്റാർ എന്നുള്ള പേര് മേടിക്കുക എന്നുള്ളതല്ല. ഇനിയുണ്ട് ഈ പയ്യൻ എന്ത് ചോദിച്ചാലും, കാരണം ഇവരൊരു പുതിയ ആളാണെന്നാണ് തോന്നുന്നത്. വലിയ വലിയ ആളുകൾക്ക്, മറ്റേ ഐസ്ബർഗ് വിത്ത് വീണ, അവരോടൊക്കെ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. മറ്റേ മസ്താനി, ഈ ഇതുപോലത്തെ കുഞ്ഞാളുകൾ അല്ലെങ്കിൽ തുടക്കക്കാരോട് വരുമ്പോഴത്തേനും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് കൂടുതലും മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു കഥ കേട്ടപ്പോൾ എക്സൈറ്റഡ് ആയോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനും ഇല്ല ആയി, ഇങ്ങനെയൊക്കെയാണ് റിപ്ലൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സെയിം ഇന്റർവ്യൂവിലെ 3-4 ക്ലിപ്സ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടുപോയോ? ഓക്കെ, എങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ പറയും, എന്തെങ്കിലും നിങ്ങളോട് പറയും. അപ്പം ഇതില് ഡാൻസ് കളിച്ചിരുന്നു, എന്താ അവസ്ഥ? മാക്സിമം ഫണ്ണാക്കാൻ നോക്കുന്നു. ഫണ്ണിന്റെ ഭാഗമായിട്ട് ഞാൻ ഡയറക്ടറെ കുറച്ചൊന്ന് ഡാൻസ് ചെയ്യിപ്പിച്ചു എന്നല്ലാണ്ട്. അല്ല, എങ്കിലും നമ്മൾ ഒരു ഡാൻസ് കളിക്കാനല്ലോ. അല്ലെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം അല്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കമന്റ്സ് നോക്കാറില്ല. എന്താ നെഗറ്റീവ് കമന്റ് വരുമെന്ന് വിചാരിച്ചു? അല്ലല്ല, എനിക്ക് അവരുടെ വാലിഡേഷൻ ആവശ്യമില്ല. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഓഫ് ചെയ്തിട്ടേക്കാം. എന്താ അധികം ഈ അഹങ്കാരമാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ആരുടെ വാലിഡേഷൻ ആവശ്യമില്ല. വാലിഡേഷൻ വേണം. ഞങ്ങളെപ്പോലുള്ളൊരു സിനിമ കണ്ട് ഞങ്ങളുടെ വാലിഡേഷനിൽ മാത്രമാണ് നിങ്ങളെപ്പോലുള്ളൊരു സ്റ്റാർ ആവുന്നത്. അല്ലാതെ എനിക്ക് ഭയങ്കര കഴിവാട്ടോ, എനിക്ക് ഭയങ്കര ടാലൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞങ്ങളെപ്പോലുള്ളൊരു കണ്ട് അക്സെപ്റ്റ് ചെയ്തെങ്കിലേ നിങ്ങളെപ്പോലുള്ളൊരു സ്റ്റാറായി മാറത്തുള്ളൂ. അങ്ങോട്ട് പടത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊരു അഹങ്കാരമാണ് ഇവരൊക്കെ കാണിക്കുന്നുള്ളതാണ്. നിഖില മെമ്പറാണെങ്കിൽ വളരെ മോശമായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും അതിന് അവരുടെ പടം പ്രൊമോട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലും അവർക്കൊരു കൺസേൺ അല്ല. ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേനും അയാൾ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിരുന്നു. അവാർഡ് പിന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവാർഡ് കിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ട്രോൾ ചെയ്യുക. പടത്തിൻ്റെ റിലീസ് ഡേറ്റ് എന്നാൽ റിലീസ് ഡേറ്റ് പറയുമെന്ന് പറഞ്ഞിട്ട് അവനാണോ അത് പ്രൊമോട്ട് ചെയ്യേണ്ടത്? അവൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളൊരു വഴി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ആ വഴി യൂസ് ചെയ്യലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ അവൻ്റെ പെടലിക്കോട്ട് കയറുകയൊന്നുമല്ല. ഞാൻ ആദ്യം കാണിച്ചത് വെറൈറ്റി മീഡിയയിലെ സീൻസാണ്, പിന്നെ ഫിലിം ഫാക്ടറിയിലെ സീൻസും ഉണ്ട്. ഈ ഫിലിം ഫാക്ടറിയിലാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. നിങ്ങളിത് പറ്റുന്നവരെല്ലാം കാണുക. ഇതിനകത്ത് ആ ആങ്കർ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നെ ഒന്ന് ട്രോൾ ചെയ്യണമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു. ഇതിനകത്ത് നിഖില വെമ്പിൽ പറയുന്നുണ്ട്, എന്നെ ഒരു ഡയറക്ടർ ആ ഇൻ്റർവ്യൂവിൽ കിടപ്പുണ്ട്, കൊച്ചിലെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ വിളിച്ചപ്പോഴത്തേനും ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് കൊച്ചിലെ തൊട്ട് എൻ്റെ ഉള്ള പ്രശ്നമാണ്. കൊച്ചിലെ തൊട്ടുള്ള പ്രശ്നമാണെങ്കിൽ മാറ്റണം. ഓരോ സദസ്സിലും നമ്മൾ ഓരോ തരത്തിലാണ് ബിഹേവ് ചെയ്യേണ്ടത്. അതാത് സദസ്സിൽ അതാത് ആൾക്കാർക്ക് അതാത് ബഹുമാനം കൊടുത്തു വേണം നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ള വലിയൊരു മഹാനടനാണ് ഈ മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത്. മമ്മൂട്ടിക്ക് ഭയങ്കര തലക്കനമാണ് തിരിച്ചു പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ മമ്മൂട്ടി എന്ത് നന്നായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്, മോഹൻലാൽ എന്ത് നന്നായിട്ടാണ് ആങ്കേഴ്സിനോട് സംസാരിച്ചിരിക്കുന്നത്. അതൊരു പുതിയ ആങ്കറാണെങ്കിൽ അല്ലെ പുതിയൊരു ഇൻ്റർവ്യൂവർ ആണെങ്കിൽ പോലും എന്ത് നന്നായിട്ടാണ് ഒരു ബിഹേവ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇത് ഒരു അഹങ്കാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ തഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇതാവും. സോഷ്യൽ മീഡിയസിനും ഒന്നും ഇഷ്ടമല്ല. അവരെല്ലാം വെറും ചെറ്റകളാണ്. അവർ ചുമ്മാ ഞങ്ങളങ്ങനെ ആക്കാൻ ഇങ്ങനെ ആക്കാൻ നെഗറ്റീവ് പറയാനായിട്ടാണ് വരുന്നത്. പക്ഷേ
പ്രൊമോട്ട് ചെയ്യാൻ ഇവരെല്ലാം വേണം. ഇവരെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ നടക്കണം. എന്നാൽ ഇവന്മാരെ എല്ലാം പട്ടിപ്പൂച്ചവും. നല്ലതാ ഇത്തരത്തിലുള്ള ആളുകളല്ല ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിവിടരുതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ വെറൈറ്റി മീഡിയയിൽ കിടക്കുന്നതും ഫിലിം ഫാക്ടറി കിടക്കുന്ന ഇൻ്റർവ്യൂസ് നിങ്ങൾ പറ്റുന്നവരെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.